ഗൈസ്, AFC ചാലഞ്ച് ലീഗിൽ നാളെ ഈസ്റ്റ് ബംഗാൾ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാനായിട്ട് പോവുകയാണ്. തുർക്കമെനിസ്ഥാൻ ക്ലബ്ബായിട്ടുള്ള FK അർഗഡാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബാണ്. അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ക്ലബിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്, നാളെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന 11 എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ FK അർഗഡാഗ് എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കമെനിസ്ഥാനിലെ ഒരു ക്ലബ്ബ് 2023 ഫോം ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തുർക്കമെനിസ്ഥാൻ ലീഗ് അടിച്ചു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഒരു മത്സരം പരാജയപ്പെടാതെ, ഒരു മത്സരം പോലും സമനിലയാകാതെ മുഴുവൻ മത്സരം വിജയിച്ചിട്ടാണ് ഈ ഒരു ചാമ്പ്യൻസ് ആയത്. അങ്ങനെയാണ് അവർ ഇത്തവണ AFC ചലഞ്ച് ലീഗിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത്. എന്നാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരൊരു മത്സരം മറ്റോ തോറ്റിരുന്നു. അതല്ലാണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു തോൽവി ഈ ഒരു ലീഗ് ഫേസിലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. വ്ളാഡിമിർ ബൈറമോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുർക്കമെനിസ്ഥാൻ പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. അവരുടെ ക്ലബ്ബ് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തുർക്കമെനിസ്ഥാനിൻ്റെ ഇൻ്റർനാഷണൽ പ്ലെയറൊക്കെ ആയിരുന്നു. ഒരു നല്ല കരിയറൊക്കെ ഉള്ളൊരു പ്ലെയർ ആയിരുന്നു. കോച്ച് എന്ന നിലയിലും അദ്ദേഹത്തിന് നല്ലൊരു റെക്കോർഡാണല്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഫുൾ തുർക്കമെനിസ്ഥാൻ പ്ലെയേഴ്സും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്, ഒറ്റ വിദേശ താരം പോലും ഇല്ലാതെ. സോ ഇത്രയും ഒരു വിന്നിങ് മെൻറ്റാലിറ്റി വരുന്ന ടീമിനെതിരെ എങ്ങനെ ഈസ്റ്റ് ബംഗാളിനൊരു വിൻ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഫുൾ ഡൊമസ്റ്റിക് പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും അതിനൊത്തൊരു പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും അവരുടെ ടീമിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫുൾ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയിരുന്നെങ്കിലും ചിലപ്പം ക്വാളിറ്റി വൈസ് ഈസ്റ്റ് ബംഗാളിനെക്കാളിലൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു രീതി നമുക്കറിയാം. അങ്ങനെ തുർക്കമെനിസ്ഥാൻ ക്ലബ്സൊക്കെ വന്നിട്ട് അങ്ങനത്തെ റെക്കോർഡ്സ് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഫോമിലാണ് ഉള്ളത്. ISLലെ പ്രതീക്ഷകൾ കഴിഞ്ഞു, പ്ലേ ഓഫിലേക്ക് ഇനി യോഗ്യത നേടാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ അവർ അൺബീറ്റൺ ആണ്. 10 പോയിന്റ്സ് ഈ 4 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 1 ഡ്രോയും അടക്കം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പം ഈസ്റ്റ് ബംഗാളിന് അതൊരു കോൺഫിഡൻസ് തന്നെയായിരിക്കും ഓസ്കാർ ബുർസോണും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. 2 ലെഗുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ. അപ്പം ആദ്യത്തെ ലെഗ് കൊൽക്കത്തയിൽ വെച്ച് നാളെ മത്സരം നടക്കാൻ പോകുന്നത്. അതിനുശേഷമുള്ള 2ാമത്തെ ലെഗായിരിക്കും തുർക്കമെനിസ്ഥാനിൽ പോയി കളിക്കുക. അത് കുറച്ച് ടഫായിരിക്കും, അവിടുത്തെ കണ്ടീഷൻസും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് ഫാൻ കോഡ് വഴിയൊക്കെ ആയിരിക്കും ഈ ഒരു മത്സരം സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ ഈസ്റ്റ് ബംഗാളിന് നാളത്തെ ഒരു 11 ഇറക്കാൻ സാധ്യതയുള്ള ഒരു 11 നമുക്കൊന്ന് പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, 4 വിദേശ താരങ്ങൾ മാത്രമല്ല കളിപ്പിക്കുക, അൺലിമിറ്റഡ് കളിപ്പിക്കുക. അപ്പം അത്യാവശ്യം 5 പേരെങ്കിലും ഇറക്കാൻ സാധ്യത ഉണ്ട്. ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗില്ലിന് തന്നെ, സെൻട്രൽ ബാക്കിൽ ഹെക്ടർ യൂസ്റ്റ് ആൻഡ് അൻവർ അലി, റൈറ്റ് ബാക്കിൽ മുമർ റാക്കിബ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രൊവട്ട് ലെക്ര, ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുമ്പോൾ സൗവിക് ചക്രവർത്തി ആൻഡ് സൗൾ ക്രസ്പോ, ആൻഡ് ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളിൽ സെലിസും റൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ PV വിഷ്ണുവിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ 2 ഫോർവേഡ്സ് എന്ന നിലയിൽ മെസ്സി, ബൗലി ആൻഡ് ദിമിത്രിയോസ് ദേമണ്ടക്കോസ് എന്നീ താരങ്ങളെയുമാണ്. സോ നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. കാരണം ഈസ്റ്റ് ബംഗാൾ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്താണ് പോകുന്നത്. നമ്മുടെ MA റാങ്കിങ്ങിനും ഒക്കെ ഒരു ഗുണം ചെയ്യുന്ന മത്സരങ്ങളാണ് ഈ പറഞ്ഞ ഈസ്റ്റ് ബംഗാൾ AFC ചാമ്പ്യൻസ് ലീഗിൽ പോയി കളിക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പീനിയൻസ് ചെയ്യാൻ സൈനിങ് ഓഫ്.